ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഈസ്റ്റർ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഈസ്റ്ററിന് എന്തൊക്കെ വിഭവങ്ങളായിരുന്നു വീട്ടിലുണ്ടാക്കിയത്? അപ്പോൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെയാണ് ഈസ്റ്റർ. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നേരത്തെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് തന്നെ ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തയ്യാറാക്കി തന്നെ വെച്ചിരുന്നു. കാരണം ലാസ്റ്റ് ടൈമിൽ ഇതൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടില്ല. കാരണം കൂടുതൽ സമയം നമ്മൾ പള്ളിയിലായിരിക്കുമല്ലോ. ശനിയാഴ്ച മാത്രമേ കുറച്ച് സമയം കിട്ടത്തുള്ളൂ. പക്ഷേ അന്നും ഒരുപാട് ജോലിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് 10:30ക്കാണ് ഈസ്റ്റർ മാസ്. അപ്പോൾ ഈസ്റ്റർ മാസം പോകുന്നതിന് മുൻപ് ഡിന്നറൊക്കെ ഉണ്ടാക്കണം. ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമല്ലോ എന്ന് കരുതി അതിനുള്ള മസാലയൊക്കെ ഞാൻ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഇച്ചിരി അരിപ്പൊടി ചെറുതായിട്ട് ചിക്കനിൽ നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ അരിപ്പൊടി ചേർക്കാറുണ്ട്. എപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സാക്കി വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നാളെയാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാത്രി ഇത് എല്ലാം കൂടി മിക്സാക്കി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. നമ്മൾ കടയിലൊക്കെ മേടിക്കത്തില്ലേ, അതുപോലെ ആ സൈസിലാണ് ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ ഞാനിതെല്ലാം നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബോക്സിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നാളെ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം നല്ല ഉപ്പൊക്കെ പിടിച്ച് കറക്റ്റായിരിക്കും. അതുമാത്രമല്ല, നാളെ ഇത് മിക്സ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കൂടുതലും കുറച്ച് പണികളൊക്കെ ചെയ്തു വയ്ക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ബീഫ് കറി ഉണ്ടാക്കണം. അത് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും. ദോശയോ അപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. എല്ലാ വർഷവും അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് ബീഫ് റെഡിയാക്കി വയ്ക്കണം. ഇപ്പം ഞാൻ ചിക്കനെ ഫ്രിഡ്ജിലാക്കി. ഇനി ബീഫ് കറിക്ക് വേണ്ടി കുറച്ച് സവാള റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്തില്ലെങ്കിൽ കാലത്ത് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് എടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ രാത്രി വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ രാത്രി ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ അല്ലെങ്കിൽ ബീഫ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടേ പള്ളിയിൽ പോകത്തുള്ളൂ. കാരണം ഞങ്ങൾ വന്നതിന് ശേഷം ചിലപ്പോഴൊക്കെ കഴിക്കുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ സവാള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നല്ല നീളത്തിൽ അരിഞ്ഞ് വെക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കരിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്തിട്ട് ഇളക്കാം. സവാള നല്ലോണം ചുവന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടി നല്ല കണ്ണാടി പോലെ മാറിയതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഇതിൽ ചേർക്കുന്നത്. കരിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. കരിവേപ്പിലയാണ് ഇതിൽ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല കളറൊക്കെ സവാളയുടെ കളർ നല്ലോണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 സവാള ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 3 തക്കാളി ചേർക്കുന്നുണ്ട്. ഇത് ഒന്ന് മിക്സാക്കി നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടണം. ഇത് സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് പേസ്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. പ്രത്യേകിച്ച് നമ്മൾ ബീഫ് റോസ്റ്റിനൊക്കെ ഇത് തക്കാളിയും സവാളയൊക്കെ നല്ലോണം അത് പേസ്റ്റ് ആയാലേ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പം രണ്ടും കൂടി നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ബീഫ് കറി ചേർക്കുവാണ്. ബീഫ് നേരത്തെ ചിക്കൻ വാഷ് ചെയ്തപ്പോഴേ ഞാൻ ബീഫ് നല്ലോണം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഈ സവോളയും തക്കാളിയും ബീഫ് 3ഉം കൂടി നല്ലോണം മിക്സായിട്ട് കുറേ കഴിയുമ്പം ഇതിൽ നിന്ന് വെള്ളം വരും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഊറി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഊറിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുവാണ്. അപ്പോൾ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നല്ലോണം ഇളക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് മസാല പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നല്ലോണം വീണ്ടും ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഞാനിത് ഇളക്കി കൊടുക്കാൻ നല്ല എളുപ്പത്തിൽ ഇളക്കാൻ വേണ്ടിയാണ് ഈ പാത്രത്തിലായിട്ട് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ബീഫ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ ആദ്യം ഈ പാത്രത്തിൽ വെച്ചാണ് എല്ലാം ഇളക്കിയെടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ കുക്കറുണ്ട്, അതിലേക്ക് മാറ്റിയിട്ട് ഒരു 20-25 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അടിപൊളി ബീഫ് കറി റെഡി ആയിരിക്കും. ഇപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റിയെടുക്കണം. അതിന് മുമ്പ് നല്ലോണം മിക്സാക്കണം. എല്ലാം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുവാണ്. 25 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പം ബീഫ് റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡിയായി. നമുക്ക് ഇത്തിരി കറിയായിട്ട് വേണമെങ്കിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണം. പക്ഷേ ഞാൻ ഇത്തിരി റോസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർത്തില്ല, കണക്കായിട്ടുണ്ട്. ഇപ്പം നൈറ്റ് അപ്പമാണ്, അപ്പത്തിൻ്റെ കൂടെ ഇപ്പം എടുക്കുന്നില്ല. പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം ആർക്കെങ്കിലും കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ സമയം എടുക്കാം. അങ്ങനെ ബീഫൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് കാലത്തായി ഒരു ചായയോടെ പിറ്റത്തെ കാലത്തുള്ള ജോലി തുടങ്ങി. അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് കുറച്ച് താമസിച്ചാണ് എണീച്ചത്. കാരണം രാത്രി 2 മണി വരെ പള്ളിയിൽ പൂജയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലൊന്ന് ഉറങ്ങിയപ്പോൾ കാലത്തെ എണീച്ചപ്പോൾ ഒക്കെ ഇത്തിരി സമയം ലേറ്റായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയത്. അപ്പോൾ കാലത്തേക്ക് ഇഡ്ഡലിയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഇന്നലെ വാഷ് ചെയ്ത് റെഡിയാക്കി ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഒരു വശത്ത് ഇഡ്ഡലി റെഡിയാക്കുവാണ്. അപ്പോൾ മറ്റൊരു വശത്ത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സവോള, തക്കാളിയൊക്കെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരു സമയത്ത് അറ്റ് എ ടൈമിൽ രണ്ടും കൂടി നടക്കുവാണ്. ഇപ്പം ഞാൻ സവോളയും ഉള്ളിയും നല്ലോണം ഇളക്കിയതിന് ശേഷം അതിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കനൊക്കെ ഇന്നലെ മേടിച്ചു, എല്ലാം വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. മൂന്നും കൂടി നല്ലോണം മിക്സായി കിട്ടണം. അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ ബീഫ് വെച്ചില്ലേ അതുപോലെ തന്നെ ഞാനിത് റോസ്റ്റായിട്ടല്ല എടുക്കുന്നത്, കുറച്ച് കറിയായിട്ട്. കാരണം നമ്മൾ ഇഡ്ഡലി അല്ലേ, അപ്പോൾ ഇഡ്ഡലിക്ക് കുറച്ച് കറി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കത്തോടു കൂടിയാണ് ഈ കറി റെഡിയാക്കുന്നത്. അപ്പം ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ കുറുകി വന്നപ്പം കുറച്ച് മല്ലിയില ഇട്ടു. അങ്ങനെ കറി റെഡിയായി. ഇഡ്ഡലിയും റെഡിയായി, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയും ചിക്കൻ കറിയും ഇഡ്ഡലിയുമാണ് കാലത്ത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കാലത്തെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള പണി തുടങ്ങി. കാരണം സമയമില്ല, കാലത്ത് എണീറ്റ് താമസിച്ചാണല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇച്ചിരി താമസിച്ചായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള പണി ഉടൻ തന്നെ ഞാൻ തുടങ്ങി. ഇപ്പം പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇതൊന്ന് കളർ മാറിയതിന് ശേഷം ഇതെടുത്ത് മാറ്റിയിട്ട് ഇതിൽ നമ്മൾ ജവ്വരി എന്ന് പറയുന്നില്ലേ, മലയാളത്തിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, തമിഴിൽ ജവ്വരി എന്നാണ് പറയുന്നത്. അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ നെയ്യിൽ തന്നെ നമുക്ക് ജവ്വരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/4 കപ്പോളം ജവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞ് വരും. നല്ല മൊരിഞ്ഞതിന് ശേഷം കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം. ജവ്വരി നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സേമിയ ചേർത്ത് കൊടുക്കുവാണ്. സേമിയ വലിയ പീസൊക്കെ 2ആയിട്ട് ഒടിച്ചു കൊടുക്കുവാണ്. ഞാൻ ആദ്യം നല്ലതായിട്ട് ഒടിച്ചിട്ട് തന്നെയാണ് ചേർത്തത്. പക്ഷേ 1-2 പീസൊക്കെ മുഴുവനായിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ നെയ്യിൽ സേമിയയും ജവ്വരിയും കൂടി നല്ലോണം ഇളക്കിയതിന് ശേഷം 1 ലിറ്റർ പാല് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ പാല് മാത്രമല്ല, കുറച്ച് വെള്ളവും കൂടി കാരണം കുറച്ച് നേരം സമയം ഇത് തിളയ്ക്കുമ്പോൾ കുറുകി വരുമല്ലോ. അപ്പോൾ ഇത് കുറുകുന്തോറും നമ്മൾ വെള്ളം ചേർത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നേരത്തെ ഞാൻ വെള്ളവും പാലും ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം.
വശത്ത് പായസം നല്ലോണം തിളച്ച് കുറുകി വരുന്നുണ്ട്. മറ്റൊരു വശത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ ഇന്നലെ മസാലയൊക്കെ പുരട്ടി വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓരോന്നായിട്ട് എടുത്ത് പീസൊക്കെ വലിയ പീസാണ്. അപ്പോൾ അതിന് കണക്കാക്കി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. വളരെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വശം പായസം റെഡി ആവുന്നുണ്ട്, ഒരു വശം ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്, മറ്റൊരു വശം ലിവർ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ലിവർ പെപ്പർ ഫ്രൈ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മുളക് പൊടിയൊന്നും ചേരത്തില്ല, ഫുൾ പെപ്പറാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു 3-4 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് നല്ലോണം വാട്ടി കൊടുത്തിട്ടുണ്ട്. വഴറ്റിയതിന് ശേഷം അത് നല്ല കളറൊക്കെ മാറിയതിന് ശേഷം ലിവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലിവർ ഇട്ടതിന് ശേഷം ഇതും നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു വശത്ത് പായസം നല്ലോണം റെഡിയായി. അപ്പോൾ നേരത്തെ ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പൊക്കെ ഇതിൽ ചേർത്തിട്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ചുകൂടി നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നേരത്തെ നെയ്യ് ഒഴിച്ചാണ് ഇതൊക്കെ വറുത്തെടുത്തത്, എന്നാലും അവസാനം കുറച്ച് നെയ്യ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്ക പൊടിക്ക് പകരം ഏലക്ക എസൻസാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് നല്ല മണമാണ്, പായസം വയ്ക്കുമ്പോൾ തന്നെ നല്ല മണം, അടിപൊളി മണം. അപ്പോൾ ഇത് വീണ്ടും ഒരിക്കൽ കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ നിന്ന് വാങ്ങി അങ്ങനെ ഒരു വശത്ത് പായസം അടിപൊളിയായിട്ട് റെഡിയായി, മറ്റൊരു വശത്ത് തൈരുള്ളി ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് കൈകൊണ്ട് നല്ലോണം ഇളക്കി ഇട്ടിട്ട് അതിൽ ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യം സവാള നല്ലോണം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ തൈര്, ആവശ്യത്തിനുള്ള തൈര് ഇതിൽ നമുക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയ തൈരുള്ളി റെഡിയാണ്. ഇവിടെ എല്ലാവർക്കും തൈരുള്ളി വലിയ ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് ബിരിയാണി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് മസ്റ്റായിട്ട് തൈരുള്ളി ഉണ്ടാക്കണം. അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കും തൈരുള്ളി ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോൺ വെജൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും ഇങ്ങനെ തൈരുള്ളി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഫ്രൈ ഒരു വശത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ലിവർ റെഡിയായി. ലിവർ കുറച്ചുകൂടി കുറുകി വരണം. ലിവർ നമ്മൾ വയറ്റി കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഊറി വരും. പിന്നെ കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ചുകൂടി കരിവേപ്പില ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ചുകൂടി കുറുകിയതിന് ശേഷം ഒന്ന് വാങ്ങി വയ്ക്കാം. മറ്റൊരു വശത്ത് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പം അവസാനമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. മറ്റു ഐറ്റം എല്ലാം ആദ്യമേ ഫിനിഷ് ചെയ്തു. അപ്പം ബിരിയാണിക്ക് വേണ്ടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മുന്തിരിപ്പരിപ്പ്, അതായത് അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വറുത്തെടുത്തതിന് ശേഷം 2 സവോള നീളത്തിൽ അരിഞ്ഞത് അതുകൂടി ചേർത്തിട്ട് അതും ഒന്ന് നമുക്ക് വറുത്തെടുത്ത് വയ്ക്കാം. അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. മറ്റൊരു വശത്ത് ലിവർ നല്ലോണം റെഡി ആയിട്ടുണ്ട്, കുറുകി വരുന്നുണ്ട്. ഞാനിത് പെപ്പർ റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം ചേർത്തുള്ളൂ. ഇപ്പോൾ കണക്കിനുണ്ട്. അപ്പോൾ ഇതാണ് നല്ല പരുവം. ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. മറ്റൊരു വശത്ത് നമ്മൾ സവാള ഇട്ടിരുന്നില്ല, അത് നല്ലോണം മുരിഞ്ഞ് നല്ല കളറായിട്ടുണ്ട്. അതൊന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇത് നേരത്തെ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കൂടി തന്നെ ഇതും എടുത്ത് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് പട്ട, ഗ്രാമ്പ്, ഏലമൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും സവാള ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം.
അപ്പോൾ ആ നെയ്യിൽ തന്നെ ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ഞാൻ ജീരകശാല അതായത് കൈമ റൈസിലാണ് വയ്ക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ബസുമതി റൈസാണ് എടുത്തത്. അത് നേരത്തെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് കണക്കാക്കി സവാള എടുക്കണം. അപ്പം ഞാൻ 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത്. സവാള നല്ലോണം വഴണ്ടതിന് ശേഷം കുറച്ച് തക്കാളി പകുതി, അതായത് ഞാൻ എടുത്തിട്ടുള്ള സവാളയ്ക്ക് പകുതി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലോണം ഉടഞ്ഞതിന് ശേഷം ബിരിയാണിക്കുള്ള ചിക്കൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലോണം മിക്സാക്കാം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിയിലയും പുതിന ഇലയും അരച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇലയായിട്ടിട്ടില്ല. ഇനി കുറേ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇലയായിട്ടിടണം. കുറച്ച് ഞാൻ അരച്ച് പേസ്റ്റാക്കിയാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സാക്കി. ഇപ്പം ചിക്കനൊക്കെ നല്ല 3/4 ഭാഗം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ചിക്കൻ റെഡിയായല്ലോ. ഇനി അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഞാൻ അതിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം അനുസരിച്ച് 1 കിലോ അരിക്കുള്ള തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. വെള്ളം ചേർത്ത് കൊടുത്താലും മതി, പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു രുചിയാണ്. ഞാൻ എല്ലാ പ്രാവശ്യം ബിരിയാണി വയ്ക്കുമ്പോഴും തേങ്ങാപ്പാലിലാണ് വയ്ക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. അങ്ങനെ ബിരിയാണി റെഡിയായി. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡിയായി. അപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും സവോളയും കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ പുറത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. അത് മാത്രമല്ല കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതൊരു മണത്തിന് വേണ്ടിയാണ് അവസാനമായിട്ട്. ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് നമുക്കിന്നൊന്ന് വാങ്ങി വയ്ക്കാം. അങ്ങനെ ഈസ്റ്ററിനുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാക്കി അടിപൊളിയായിട്ട് റെഡിയായി. ബിരിയാണി, അതുപോലെ ചിക്കൻ ഫ്രൈ, പിന്നെ ലിവർ പെപ്പർ റോസ്റ്റാണ്, അതുപോലെ പായസം, പിന്നെ മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തൈരുള്ളിയും റെഡിയാക്കി. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ